നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കയ്യിലാണ്. അല്ലാതെ എനിക്ക് അപ്പൻ്റെ പണിയുണ്ട്, അമ്മയുടെ പണിയുണ്ട്, ഭാര്യയുടെ പണിയുണ്ട്, പെങ്ങളുടെ പണിയുണ്ട്, പിള്ളേരുടെ പണിയുണ്ട്, ഈ എല്ലാ പണിയും എടുക്കണം, എനിക്കൊന്നും സമയമില്ലെന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിസിനസ്സുകാർ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് കുറേ വരുന്നുണ്ട്. അത് ബേസിക്കലി ആ കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ആ ഒരു ഗ്യാപ്പിൽ സൈലൻസിൽ എന്താ പറ്റുന്നതെന്നറിയോ? മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടും. കാട് കയറിയ ചിന്താഗതികൾ വരുമ്പം നമ്മളായിട്ട് ഇമാജിനേറ്റ് ചെയ്ത് അതാണ് ഇതാണെന്ന് നമ്മളങ്ങ് വ്യാഖ്യാനിക്കും. എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിലത് വ്യാഖ്യാനിച്ച് കാട് കയറി നെഗറ്റീവ് ചിന്താഗതി ആയി കഴിയുമ്പം പിന്നെ നമ്മൾ സംസാരിക്കുന്ന ദേഷ്യത്തിലും വാശിയിലും വിദ്വേഷത്തിലായിരിക്കും. ഭാര്യമാരെ ചോദിക്കും മീറ്റിങ്ങിന് പോയത് എങ്ങനെയുണ്ട്, ആ മീറ്റിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നല്ലതായിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ആ ഒറ്റ വാക്കിൽ നിർത്തുവാണെങ്കിലും ആ ഒറ്റ വാക്ക് ഭർത്താവിൻ്റെ വായിന്ന് വരണം, അല്ലെങ്കിൽ ആ ഭാര്യയുടെ വായിന്ന് വരണം. പിന്നെ അപ്രിസിയേറ്റ് ചെയ്യണം. ആ ഉപ്പ് കൂടുതലെന്ന് പറഞ്ഞാൽ തന്നെയും അവർക്കൊരു അപ്രിസിയേഷനാണ്. അല്ലാതെ ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ നല്ല കറിയാണ് നല്ല പറയണ്ടേ. എപ്പോഴും നല്ലത് പറയണമെന്നില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും ഒന്നും പറയില്ല. അപ്പോൾ ആ എഫേർട്ടിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് പറയാണ് ആ ചോറ് കുഴഞ്ഞു പോയല്ലോ, ആ ശരി കുഴഞ്ഞു പോയി, ചോദിച്ചാൽ മതി. ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ, ഇപ്പോൾ ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും ബിസിനസ് ചെയ്യുന്നത്, ചിലപ്പോൾ അവന് ലോൺ ഉണ്ടാവില്ല, പക്ഷേ സ്ട്രെസ്സ് അവൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതായത് അവൻ്റെ ഒരു കോമ്പറ്റീറ്ററോടുള്ള കോമ്പറ്റീഷൻ ആവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു സക്സസ്ഫുൾ ഒരു ഹാപ്പിനെസ്സായിട്ട് ജീവിക്കാനായിട്ട് അവൻ എന്ത് മാറ്റമാണ് അവൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്? ഹാപ്പിനെസ് ഇസ് പ്യുവർലി ഇൻറ്റേർണൽ. ഒരു വ്യക്തി ഹാപ്പി ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമാണ്. അത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ഹാപ്പി ആക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഹാപ്പി ആക്കണം, അല്ല എൻ്റെ കുട്ടികൾ എന്നെ ഹാപ്പി ആക്കണം എന്ന് പറയണത് ചിന്താഗതി തന്നെ തെറ്റാണ്. നിങ്ങൾക്ക് ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾക്ക് പുഞ്ചിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സോ ഇഫ് യു വോണ്ട് ടു ബി ഹാപ്പി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കാര്യം ആ ഒരു ദിവസം നിങ്ങൾ സമയം കണ്ടെത്തണം. അത് ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ മാർബിൾ കൊണ്ട് കളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാം സീറോ, അല്ലെങ്കിൽ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ, സംതിങ് റിയലി സിമ്പിൾ ആൻഡ് സ്വീറ്റ്. ആ ഒരു 24 മണിക്കൂറിൽ നിങ്ങൾ ആ ഒരു 5 മിനിറ്റ് ആ ഒരു സംഗതിക്ക് കണ്ടെത്തുമ്പം നിങ്ങൾ സന്തോഷവാനായിരിക്കും. എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം ആർക്കും കൊടുക്കരുത്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാതെ എനിക്ക് അപ്പൻ്റെ പണിയുണ്ട്, അമ്മയുടെ പണിയുണ്ട്, ഭാര്യയുടെ പണിയുണ്ട്, പെങ്ങളുടെ പണിയുണ്ട്, പിള്ളേരുടെ പണിയുണ്ട്, ഈ എല്ലാ പണിയും എടുക്കണം, എനിക്കൊന്നും സമയമില്ലെന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമ്മുടെ കാര്യത്തിന് നമ്മൾ കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നമ്മുടെ ഹാപ്പിനെസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ചിലർക്ക് വർക്ക് ഒരു ഹാപ്പിനെസ്സാണ്, ചിലർക്ക് ചുമ്മാ ഒരു വെറുതെ ഒരു ചായ സന്തോഷമായിട്ട് ചൂടോടെ കുടിക്കുന്നൊരു സന്തോഷമാണ്. അത് 5-10 മിനിറ്റ്സ്, ദാറ്റ്സ് ഇറ്റ്. 24 മണിക്കൂറും 5-10 മിനിറ്റ്സ് അവർക്ക് അത് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ദേ ഷുഡ് ഫൈൻഡ് ടൈം, ദേ ഷുഡ് വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ്. ഇപ്പോൾ ഒരു ക്ലിനിക്കിലേക്ക് വരുന്ന പല പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, വളരെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിനകത്ത് നോക്കുമ്പോൾ കൂടുതലും ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ബിസിനസ്സുകാർ എങ്ങനെ ഇപ്പോൾ കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കുറവാണോ നിൽക്കുന്നത്? ബിസിനസ്സുകാർ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് കുറേ വരുന്നുണ്ട്. അത് ബേസിക്കലി ആ കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പിൽ സൈലൻസിൽ എന്താ പറ്റുന്നതെന്നറിയോ? മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടും. കാട് കയറിയ ചിന്താഗതികൾ വരുമ്പം നമ്മളായിട്ട് ഇമാജിനേറ്റ് ചെയ്ത് അതാണ് ഇതാണെന്ന് നമ്മളങ്ങ് വ്യാഖ്യാനിക്കും. എന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിലത് വ്യാഖ്യാനിച്ച് കാട് കയറി നെഗറ്റീവ് ചിന്താഗതി ആയി കഴിയുമ്പം പിന്നെ നമ്മൾ സംസാരിക്കുന്ന ദേഷ്യത്തിലും വാശിയിലും വിദ്വേഷത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല 3 പിള്ളേർ, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഹസ്ബൻഡ് കമ്മ്യൂണിക്കേഷൻ നിർത്തിയത് പുള്ളിക്കാരൻ്റെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഭാര്യ അത് കണ്ടത് നല്ല രീതിയിലായിരുന്നില്ല. ഭാര്യ അത് കാട് കയറി ചിന്തിച്ച് ഫോണൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, ഓഫീസിലെ കോൾസൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, എവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യണമെന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാറ്റിക്കിൽ പോയി. ഭാര്യയുടെ ഉറക്കം കളഞ്ഞു. വീട്ടിലെ കുട്ടികളോട് ദേഷ്യപ്പെടാൻ കൂടുതൽ തുടങ്ങി, ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ കൂടുതൽ തുടങ്ങി. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത മാത്രമല്ല, ആ സൈലൻസ് ഫോർ എ ലോങ്ങർ ടൈം
അത് നെഗറ്റീവായി കഴിഞ്ഞു. നെഗറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ വന്ന് തുടങ്ങിയപ്പം ഭർത്താവ് എന്ത് ചോദിച്ചാലും ഭാര്യ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് അവരുടെ ആ ഒരു ജീവിതം ഒന്നിൽ നിന്നും പിന്നെയും ഭംഗിയായി തുടങ്ങണം. വിത്ത് ദ കമ്മ്യൂണിക്കേഷൻ, വിത്ത് ദ റൈറ്റ് ഇമോഷൻ. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എന്താണ് അതിനകത്ത് ഡയാന ചെയ്ത് കൊടുക്കുന്നത്? എന്താണ് ശരിക്കും കൗൺസിലിംഗ് ചെയ്യുക മാത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടോ അതിന് വേണ്ടി? ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട കുറച്ച് എഫേർട്സ് ആണ്. ആർട്ട് ഓഫ് അപ്രിസിയേഷൻ ആൻഡ് ആർട്ട് ഓഫ് അപ്ഡേറ്റിംഗ്. ലൈക്ക് ആ ഒരു ഇമോഷണൽ അപ്ഡേറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ മീറ്റിങ്ങിന് പോകണം, എന്നെ കിട്ടത്തില്ല, ഓക്കെ എന്നെ കിട്ടത്തില്ല. അപ്പോൾ സോ ദ വൈഫ് നോസ് എന്നെ കിട്ടത്തില്ല, ഞാൻ മീറ്റിങ്ങിന് പോവാണ്. തിരിച്ച് വരുമ്പോൾ നമ്മൾ ചോദിക്കും മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം അവസാനം എന്താണ്, എന്നെ കിട്ടത്തില്ല, ഞാൻ മീറ്റിങ്ങിന് പോവാം. അപ്പോൾ മീറ്റിങ്ങിന് വരുമ്പം ഭാര്യമാർ ചോദിക്കും മീറ്റിങ്ങിന് പോയത് എങ്ങനെയുണ്ട്, ആ മീറ്റിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ല നല്ലതായിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ആ ഒറ്റ വാക്കിൽ നിർത്തുവാണെങ്കിലും ആ ഒറ്റ വാക്ക് ഭർത്താവിൻ്റെ വായിന്ന് വരണം, അല്ലെങ്കിൽ ആ ഭാര്യയുടെ വായിന്ന് വരണം. പിന്നെ അപ്രിസിയേറ്റ് ചെയ്യണം. ആ ഉപ്പ് കൂടുതലെന്ന് പറഞ്ഞാൽ തന്നെയും അവർക്കൊരു അപ്രിസിയേഷനാണ്. അല്ലാതെ ഉപ്പ് കുറവാണ്, അല്ലെങ്കിൽ നല്ല കറിയാണ് നല്ല പറയണ്ടേ. എപ്പോഴും നല്ലത് പറയണമെന്നില്ല. അല്ല മീൻ ഇച്ചിരി കരിഞ്ഞു പോയി, അല്ലെ ചോറ് കുഴഞ്ഞു പോയി, അത് പറയുമ്പോഴും എന്തെങ്കിലും അവർ കഴിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് റെക്കഗ്നിഷൻ. സോ അത് ഉണ്ടാവണം. സോ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. കുറേ ദമ്പതികൾ 10-15 വർഷം കഴിഞ്ഞാൽ എന്ത് പ്ലേറ്റ് വന്നാലും കഴിക്കും, ഒരു വികാരവും ഇല്ല. എന്ത് വന്നാലും കരിഞ്ഞതായാലും പൊള്ളിച്ചതായാലും ഉപ്പിട്ടായാലും ഇല്ലെങ്കിലും എന്തും കഴിക്കും. പക്ഷെ ഭാര്യയ്ക്കപ്പം എന്താ, പുള്ളിക്കാരനൊന്നും പറയത്തില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും ഒന്നും പറയില്ല. അപ്പോൾ ആ എഫേർട്ടിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് പറയാണ് ആ ചോറ് കുഴഞ്ഞു പോയല്ലോ, ആ ശരി കുഴഞ്ഞു പോയി, ചോദിച്ചാൽ മതി. അല്ല, നമ്മൾ കുഴഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തലായി മാറില്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവില്ലേ? കുറ്റപ്പെടുത്താനും പാടില്ല എന്നാണല്ലോ പൊതുവെ പറയുന്നത്. കുറ്റപ്പെടുത്താൻ പാടില്ലെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളത് കണ്ടില്ല എന്ന് അവഗണിക്കരുത്. കരിഞ്ഞുപോയ സംഗതി കരിഞ്ഞുപോയി, കുഴപ്പമില്ല, കരിഞ്ഞുപോയി. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ കരിഞ്ഞുപോയോ, എനിക്ക് ഫോൺ കോൾ വന്നു, അല്ല അപ്പുറത്ത് വീട്ടിലെ കുളത്തിൽ എന്തോ തേങ്ങ വീണപ്പോൾ എന്തോ വീണു. അപ്പോൾ ആ ഒരു കഥ കേൾക്കാൻ പറ്റും.